السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. صدق الله مولانا العلي العظيم. قال نبينا الأمين سيدنا رسول الله صلى الله عليه وسلم: من صام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. واعلموا أمة سيدنا ومولانا محمد. اللهم صل وسلم وبارك عليه. ആദരണീയരായ ശൈഖുന ഉസ്താദ് അവറുകളെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ടരായ വ്യക്തിത്വങ്ങളെ, ഉസ്താദുമാരെ, ഈ മഹത്തായ സംഗമത്തിൽ വളരെ നേരത്തെ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരീ സഹോദരങ്ങളെ, റമളാനിനോടനുബന്ധിച്ച് 12 ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന പ്രഭാഷണ പരിപാടിയുടെ തുടക്കമാണ് ഇന്ന്. സൗണ്ട് സംവിധാനത്തിൻ്റെ ചില പ്രതിസന്ധികൾ കാരണം അല്പം വൈകിയതിൽ എല്ലാവരും ക്ഷമിക്കണം എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണല്ലോ. ഇന്നല്ലാഹ മഅസ്സാബിരീൻ. ക്ഷമയാണ് റമളാൻ നൽകുന്ന ഏറ്റവും വലിയ ഗുണപാഠവും. ഏതായിരുന്നാലും നമുക്കതൊരു നഷ്ടമായിട്ടില്ല. ശൈഖുന ഉസ്താദ് അവറുകൾ ഇവിടെ എത്തുകയും നമുക്ക് വേണ്ടി ദുആ നടത്തുകയും ദിക്റും സ്വലാത്തും ചൊല്ലിത്തരുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. നമ്മൾ ഏറ്റവും പവിത്രമായ ഒരു സമയത്താണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്.
റമദാൻ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരിശുദ്ധമായ പരിപാവനമായ സമയമാണ്. ഈ സമയത്ത് നമ്മൾ അറിവ് കേൾക്കാൻ, ഇൽമ് കേൾക്കാൻ വേണ്ടി ഈ ഉപയോഗപ്പെടുത്തുന്ന സമയം നാളെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിലെ വിജയത്തിനുള്ളൊരു മുതൽക്കൂട്ടാവണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് സൂറത്തുൽ ഫീൽ അഥവാ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം തൈറൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് വളരെ സുപരിചിതമായ സൂറത്തുകളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സൂറത്തുകളിലെ അധ്യായങ്ങളിൽ വളരെ ഘനപ്പെട്ട ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ചരിത്ര പശ്ചാത്തലമുള്ള ഒരു അധ്യായമാണ് സൂറത്തുൽ ഫീൽ. ഫീൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്കൊക്കെ അറിയാം, ആന എന്നാണ് അർത്ഥം. ആനക്കലഹ സംഭവം എന്ന ചരിത്രത്തിൽ അറിയപ്പെട്ട വലിയ സംഭവ വികാസത്തെ കുറിച്ചാണ് ഈ സൂറത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ആനക്കലഹ സംഭവം അതിൽ സൂചിപ്പിക്കപ്പെടുന്നത് പോലെ ആനയുമായി പരിശുദ്ധ കഅബയെ തകർത്ത് കളയാമെന്ന വ്യാമോഹത്തോടുകൂടെ കടന്നു വന്ന അബ്രഹത്ത് എന്ന അബിസീനിയയിലെ ഉപരാജാവിന്റെ ഏറ്റവും വലിയ തകർച്ചയെയാണ് ഈ സൂറത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ വലിയൊരു ഖുദ്റത്താണ്. അത് മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നേരത്തെ സൂറത്തു ഖുറൈശിൽ ചർച്ച ചെയ്തതുപോലെ മക്ക നിവാസികൾക്ക് നൽകിയ മഹത്വത്തെയും പ്രത്യേകതയെയും ഈ അധ്യായത്തിലൂടെയും നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ അതിന്റെ അർത്ഥം ആദ്യം ഒന്ന് കണ്ണോടിച്ചു പോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒന്നിച്ച് കൂടെ ഓതിക്കോളി. ഓതുന്നതിന് കൂലിയല്ലേ? ഒരു ഹർഫിന് 10 കൂലിയാണ്. ഒരു ഹർഫ് ഓതിയാൽ 10 കൂലിയാണ്. അത് റമദാനിലാകുമ്പോഴോ 70ഉം 700ഉം ഇരട്ടിയായി വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് ആ സമയം കളയേണ്ടതില്ല. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ക്ലിയറായി കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ലേ ഉസ്താദ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അലം തറ, നബിയേ താങ്കൾ കണ്ടില്ലേ? അലം തറ, നബിയേ നിങ്ങൾ കണ്ടില്ലേ? കൈഫ ഫഅല റബ്ബുക, നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന്. ബി അസ്ഹാബിൽ ഫീൽ, ആനക്കാരായ ആളുകളെ കൊണ്ട്, ആനക്കലഹക്കാരായ ആളുകളെ കൊണ്ട് എന്താണ്, എങ്ങനെയാണ് അല്ലാഹു പ്രവർത്തിച്ചതെന്ന് നബിയെ അങ്ങ് കണ്ടില്ലേ? അലം തറ, നബിയെ അങ്ങ് കണ്ടില്ലയോ? കൈഫ, എങ്ങനെയാണ് ഫഅല റബ്ബുക, അങ്ങയുടെ നാഥൻ പ്രവർത്തിച്ചതെന്ന്. ബി അസ്ഹാബിൽ ഫീൽ, ആനക്കാരായ ആളുകളെ കൊണ്ട് എന്താണ് പ്രവർത്തിച്ചത് എന്ന്. അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. അലം യജ്അൽ കൈദഹും, അവൻ അവരുടെ കുതന്ത്രങ്ങളെ ആക്കി തീർത്തില്ലേ? അലം യജ്അൽ, അല്ലാഹു ആക്കി തീർത്തില്ലേ? കൈദഹും, അവരുടെ കുതന്ത്രങ്ങളെ, അഥവാ ആനക്കലഹക്കാരായ ആളുകളുടെ കുതന്ത്രങ്ങളെ ആക്കി തീർത്തില്ലേ? ഫീ തദ്ലീൽ, നഷ്ടത്തിലാക്കി തീർത്തില്ലേ? വഅർസല അലൈഹിം തൈറൻ അബാബീൽ.
വഅർസല അലൈഹിം ആ ആനക്കലഹക്കാരായ ആളുകൾക്ക് മേൽ അല്ലാഹു അയക്കുകയും ചെയ്തില്ലേ ത്വയ്റൻ അബാബീൽ കൂട്ടം കൂട്ടമായ പക്ഷികളെ അയച്ചില്ലേ ഏത് പക്ഷികളാണ് തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ കഅബ പൊളിക്കുക എന്ന ഏറ്റവും വലിയ ആപത്ത് വരുത്തി വെക്കാൻ വന്ന ആ നാശകാരികളായ ആളുകൾക്ക് മേൽ ആ പക്ഷികൾ എറിയുകയും ചെയ്തത് നബിയെ അങ്ങ് കണ്ടില്ലേ തർമീഹിം ബിഹിജാറത്തിൻ കല്ലുകളെ കൊണ്ട് മിൻ സിജ്ജീൽ ചൂടാക്കപ്പെട്ട കല്ലുകളെ കൊണ്ട് ചൂളയിൽ വെക്കപ്പെട്ട് ചൂടാക്കി ശക്തമായ ചൂടുള്ള ആ കല്ലുകളെ കൊണ്ട് അവരെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞ ആ പക്ഷികൾ എറിഞ്ഞതും നബിയെ അങ്ങ് കണ്ടില്ലേ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ അങ്ങനെ അല്ലാഹു അവരെ ആക്കി തീർക്കുകയും ചെയ്തു കഅസ്ഫിൻ മഅകൂൽ കഅസ്ഫിൻ മഅകൂൽ തിന്നപ്പെട്ട വൈക്കോല് പോലെയാക്കി തീർത്തു തിന്ന് ചവച്ചു തുപ്പിയ ഭക്ഷണാവശിഷ്ടത്തെ പോലെ വൈക്കോല് പോലെ ആക്കി നശിപ്പിക്കുകയും ചെയ്തില്ലേ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ ആനക്കലഹക്കാർ ആന ഒരാനയാണ് എന്നും അല്ല അബ്രഹത്ത് രണ്ടാനയുമായിട്ടാണ് വന്നത് എന്നും അല്ല 12ഓളം ആനകൾ ഉണ്ടായിരുന്നുവെന്നും വേറൊരു അഭിപ്രായം ആനകളുടെ എണ്ണം 13 എണ്ണമായിരുന്നു എന്നുമൊക്കെ അഭിപ്രായമുണ്ട്. ഏതായിരുന്നാലും ആന ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിന്റെ വലിയ പ്രമുഖമായ ഒരു കാര്യം. ആനകളോടൊപ്പം ചങ്ങലകൾ കൂടി ഉണ്ടായിരുന്നു. എന്നിട്ട് അവരുടെ വലിയ തന്ത്രം എന്താണ്? വേഗം കഅബയുടെ അടുത്തേക്ക് വന്ന് ചങ്ങലയിൽ മുഴുവൻ കഅബയെ കെട്ടിവരിഞ്ഞ് ആനയെ കൊണ്ട് കുലുക്കി പെട്ടെന്ന് തന്നെ നശിപ്പിച്ചു കളയാം എന്നായിരുന്നു അബ്രഹത്ത് കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിരിക്കുന്നു, ഇതേറ്റവും സുരക്ഷിതത്വത്തിന്റെ മണ്ണാണ്, ഇതേറ്റവും സമാധാനത്തിന്റെ മണ്ണാണ്. ഈ മണ്ണിൽ ഒരു സംഘർഷമുണ്ടാവാൻ പാടില്ല. ഏറ്റവും ആദ്യമായി അല്ലാഹുവിനെ ഇബാദത്തെടുക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഉണ്ടാക്കപ്പെട്ട കഅബാലയം പൊളിക്കപ്പെടുകയോ ആ കഅബയുടെ റബ്ബ് അതിന്റെ സംരക്ഷണം ഏറ്റെടുക്കുകയാണ്. അടുത്തേക്ക് വരെ ആനകളുമായി കടന്നു വന്ന അവർക്ക് കടന്നു ചെല്ലാൻ വരെ സാധിച്ചിട്ടില്ല എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ ചരിത്രകാരന്മാരെ രേഖപ്പെടുത്തുകയാണ്. കാരണം പരിശുദ്ധമായ മണ്ണാണ്. والتين والزيتون وطور سينين وهذا البلد الأمين ഈ നിർഭയത്വമുള്ള മണ്ണ് ആ മണ്ണായി തീരാനുള്ള കാരണം തന്നെ ഒന്ന് കഅബയാണ്. പിന്നെയോ ആ കഅബ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരുന്നത് ആരാണ്? അൽ അമീൻ, ഏറ്റവും വിശ്വസ്തനായ മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, ആമിന ബീവി റളിയല്ലാഹു അൻഹാ പ്രസവത്തോടടുത്ത സമയത്താണ് പുണ്യനബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം അടുത്ത സന്ദർഭത്തിലാണ് ഈ കഅബയെ പൊളിക്കാൻ ഇവർ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കാൻ 50 ദിവസം ബാക്കി നിൽക്കുമ്പോഴാണ് കഅബയെ പൊളിക്കാൻ വേണ്ടി അബ്രഹത്തും കൂട്ടരും കടന്നു വന്നത്. പുണ്യനബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്മം കൊള്ളുമ്പോ അതിന്റെ മുന്നോടിയായി ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു കാണിച്ചിട്ടുണ്ട്. ജനന സമയത്തും ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ചെറുപ്പത്തിലെ മദ്രസയിൽ പഠിക്കുന്നത് പോലെ കിസ്റ കൈസർ കോട്ടകൾ തകരുന്നതും അതുപോലെ തന്നെ പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന തീ അണഞ്ഞുപോയതും സാവതടാകം പറ്റി വരേണ്ടതുമൊക്കെ അത്ഭുതങ്ങളായി വലിയ മുഅ്ജിസത്തായി അല്ലാഹുവിന്റെ ഹബീബ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്മം കൊണ്ട സമയത്ത് തന്നെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പേ വലിയ സൂചന നൽകിക്കൊണ്ടാണ് ഈ ആനക്കലഹ സംഭവത്തിലൂടെ അബ്രഹത്തും കൂട്ടരും കഅബ പൊളിക്കാൻ വന്നപ്പോ അവരെ തകർത്ത്
തരിപ്പണമാക്കിയത് എന്ന് മഹാന്മാരെ രേഖപ്പെടുത്തുന്നു. പുണ്യ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തിന്റെ ഭാഗമായിട്ടാണ് അല്ലാഹു തആല ഈ വലിയ സംഭവത്തിൽ പരിശുദ്ധമായ കഅബയെ സംരക്ഷിച്ചത്. ഇസ്ലാമിന്റെ മണ്ണായ പരിശുദ്ധ മക്കയെ ഏറ്റവും വലിയ രക്ഷ നൽകി ആദരിച്ചതും. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ആ ചരിത്രം വലിയ സംഭവമാണ്. എല്ലാ മുഫസ്സിറുകളും അത് വിശദീകരിച്ചിട്ടുണ്ട്. അബിസീനിയയിലെ അല്ലെങ്കിൽ ഹബശ, അബിസീനിയക്ക് പറയുന്ന പേര് ഹബശ, ഹബശയിലെ അല്ലെങ്കിൽ അബിസീനിയയിലെ വലിയ ഒരു രാജാവ് ഉണ്ടായിരുന്നു, നജാശി രാജാവ്. നജാശി രാജാവ് നേഗസ് എന്ന പേരിലാണ് ആധുനിക ചരിത്രകാരന്മാർ നജാശിയെ രേഖപ്പെടുത്തുന്നത്. നജാശി രാജാവ് അബിസീനിയ ഭരിക്കുമ്പോ യമനിലെ ഉപരാജാവാണ് അബ്രഹത്ത്. മനസ്സിലാവുന്നുണ്ടോ? അബിസീനിയ ഭരിക്കുന്ന മെയിൻ രാജാവാണ് ആര്? നജാശി. നജാശി പിന്നെ മുസ്ലിമായി. എന്നാൽ നജാശിക്ക് കീഴിൽ യമനിലെ ഉപരാജാവായിരുന്നു ആര്? അബ്രഹത്ത്. അബ്രഹത്തിന് തന്റെ മേൽ രാജാവായ നജാശിയുടെ അടുത്ത് വലിയ സ്ഥാനമാനങ്ങൾ കിട്ടണം, വലിയ പ്രതാപം ലഭിക്കണം. അതിനു വേണ്ടിയാണ് അബ്രഹത്ത് ഈ വലിയ അപകടകരമായ ശ്രമത്തിന് മുതിർന്നത്. അബ്രഹത്ത് ലക്ഷ്യം വെച്ചത് പരിശുദ്ധ കഅബയെ ചുറ്റി ആളുകൾ വലയം വെക്കുന്നതും ഹജ്ജ് കർമ്മത്തിന് വരുന്നതുമൊക്കെ നേരെ എവിടേക്ക് വരണം? യമനിലേക്ക് വരണമെന്നാണ്. അതിനുവേണ്ടി അവരൊക്കെ ക്രിസ്തീയരാണ്, നസാറാക്കൾ എന്ന് മാത്രമല്ല കല്ലുകളെ, ശിലകളെ പൂജിക്കുന്നവർ കൂടിയായിരുന്നു അവർ. മനസ്സിലായില്ല? ഈസാ നബിയെ ദൈവമായി വിശ്വസിക്കുന്നു എന്നതിലപ്പുറം, ദൈവപുത്രനായി വിശ്വസിക്കുന്നതിലപ്പുറം ശിലകളെ പൂജിക്കുന്ന സ്വഭാവക്കാരുമായിരുന്നു അവർ. അബ്രഹത്ത് അതിനുവേണ്ടി യമനിലെ സ്വൻആയിൽ വലിയ ഒരു ദേവാലയം പണിതു, കഅബക്ക് പകരമായിട്ട്. ശ്രദ്ധിക്കുന്നുണ്ടോ? ക്രിസ്തബ്ദം 571 ഈ ആനക്കലഹ സംഭവം നടക്കുന്നത്. പുണ്യനബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്മം കൊണ്ടത് ഏത് വർഷമാണ്? ക്രിസ്തബ്ദം 571. നമ്മൾ പഠിച്ചതാണല്ലോ 571. ആ വർഷത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. അതിനു മുമ്പേ സ്വൻആയിൽ, യമനിലെ സ്വൻആ, ഇന്ന് നമ്മൾ വാർത്താ മീഡിയകളിലൊക്കെ യമൻ നിറഞ്ഞു നിൽക്കാൻ നമുക്ക് കേൾക്കാൻ സാധിക്കും. സ്വൻആ പട്ടണത്തിൽ വലിയൊരു ദേവാലയം ഉണ്ടാക്കി. എന്താ ഉദ്ദേശം? ഹജ്ജിന് വരുന്ന ആളുകളൊക്കെ എവിടേക്ക് വരണം? കഅബക്ക് സമാനമായി ഉണ്ടാക്കിയ ഈ ദേവാലയത്തിലേക്ക് വരികയും അങ്ങനെ നജാശി രാജാവിന് ആളുകളുടെ വലിയ പിന്തുണയുണ്ട് എന്ന് അറിയിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും വേണം. അതുവഴി ആർക്ക് സ്ഥാനം കിട്ടും? ഉപരാജാവായ യമനിലെ അബ്രഹത്തിന് രാജാവിന്റെ അടുത്ത് വലിയ സ്ഥാനവും വലിയ പ്രാമുഖ്യവും ലഭിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇയാൾ യമനിലെ സ്വൻആയിൽ എന്തുണ്ടാക്കിയത്? ഈ ദേവാലയം ഉണ്ടാക്കിയത്. എന്നിട്ട് ഹജ്ജിന് വരുന്ന ആളുകളെ അങ്ങോട്ട് പായിക്കണം, അങ്ങോട്ട് എത്തിക്കാൻ വേണ്ട കുതന്ത്രങ്ങളൊക്കെ നടത്തി. ഇതറിഞ്ഞപ്പോ യമനിലെ ഒരു അറബ് വംശജൻ ഈ ദേവാലയത്തിൽ അഥവാ കഅബയെ ചുറ്റി വരുന്ന ആളുകളൊക്കെ ഇങ്ങോട്ട് വരണം, ഇത് അറബിക്ക് ദേഷ്യം പിടിച്ചു. യമനിലെ അറബ് വംശജൻ വന്നിട്ട് എന്ത് ചെയ്തു? ഈ ദേവാലയത്തിൽ വിസർജനം ചെയ്തു. അങ്ങനെയാ, ഈ ദേവാലയത്തിൽ വിസർജനം ചെയ്തു. അപ്പോ അബ്രഹത്തിന് ഒന്നുകൂടെ ദേഷ്യം കൂടി. എന്നാൽ കഅബയെ പൊളിച്ചിട്ടല്ലാതെ ഇനി വിശ്രമമില്ല. കഅബയെ ചുറ്റുന്ന ആളുകൾ ഇങ്ങോട്ട് വന്നാൽ പോരാ, കഅബയെ തകർക്കുക തന്നെ ചെയ്യണം എന്ന ദൃഢനിശ്ചയത്തോടുകൂടെയാണ് അബ്രഹത്ത് വലിയ സൈന്യത്തെ ഒരുക്കിയത്. ആ സൈന്യത്തിന്റെ കൂട്ടത്തിൽ മുൻപന്തിയിൽ ആനയെ പ്രതിഷ്ഠിച്ചു, അല്ലെങ്കിൽ ആനകളെ പ്രതിഷ്ഠിച്ചു. ആനകളോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ചങ്ങലകൾ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ അബ്രഹത്തിന്റെ വലിയ ലക്ഷ്യം, ഒന്ന് മതപരമായ ലക്ഷ്യമുണ്ടായിരുന്നു, മറ്റൊന്ന് ഭരണകൂടത്തിൽ വലിയ സ്ഥാനം ഇനിയും നജാശി രാജാവിന്റെ അടുത്ത് നിന്ന് നേടിയെടുക്കാം എന്നുള്ള വ്യാമോഹമുണ്ടായിരുന്നു. മറ്റൊന്ന് രാജാവിന്റെ പ്രീതി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇവിടെ ആളുകൾ വന്നു കൂടിയിട്ട് യമനിലെ സ്വൻആയിൽ മറ്റൊരു കഅബയുടെ
സമാന്തരം സൃഷ്ടിക്കപ്പെടുകയും ആളുകൾ വന്ന് തിങ്ങിക്കൂടുകയും ചെയ്താൽ യമനിൽ കച്ചവടം വർദ്ധിക്കും, ബിസിനസ് വർദ്ധിക്കും, അങ്ങനെ സാമ്പത്തികമായും വലിയ നേട്ടമുണ്ടാക്കാം എന്ന് അബ്രഹത്ത് കണക്ക് കൂട്ടി. മനസ്സിലാവുന്നുണ്ടോ? സാമ്പത്തിക ലക്ഷ്യം, സാമ്പത്തിക പുരോഗതി, അതുപോലെ തന്നെ മതപരമായി അവരുടെ ഒരു ദേവാലയം സൃഷ്ടിക്കപ്പെടുക, അതോടൊപ്പം അധികാരത്തിൽ വലിയ സ്ഥാനം നേടുക, ഇതെല്ലാം ആർക്ക് ലക്ഷ്യമായി ഉണ്ടായിരുന്നു? അബ്രഹത്തിനുണ്ടായിരുന്നു. ഇതൊക്കെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അബ്രഹത്തും കൂട്ടരും വലിയ ആനകളുമായി കടന്നു വരികയാണ് പരിശുദ്ധ കഅബയെ തകർക്കാൻ. ഇന്ന അവ്വല ബൈത്തിൻ ഉളിഅ ലിന്നാസ് ലല്ലദീ ബിമക്കത മുബാറക. ജനങ്ങൾക്ക് അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഭൂമി ലോകത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഗേഹമാണ് പരിശുദ്ധ കഅബാലയം. दुनिया के बुदकदों में पहला वगर खुदा का हम उसके पास बाहें ओ पास बा हमारा. ദുനിയാവിലെ ദേവാലയങ്ങളിൽ, ദുനിയാവിലെ ആരാധനാ കേന്ദ്രങ്ങളിൽ ആദ്യമായി പടക്കപ്പെട്ട പരിശുദ്ധ കഅബാലയം, ആ കഅബയുടെ സംരക്ഷകരാണ് നാം എങ്കിൽ കഅബ നമ്മുടെയും സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നു. എന്ന് വിശ്വവിഖ്യാതനായ കവി പഠിപ്പിച്ചതുപോലെ പരിശുദ്ധ കഅബയെ അല്ലാഹു തആല ആദ്യമേ പടച്ചു. ആകാശലോകത്തെയും ആകാശലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ താഴെ മലക്കുകൾക്ക് വലയം വെക്കാനായുള്ള ബൈത്തുൽ മഅമൂർ പടച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ ഭൂമിയിലെ സെന്റർ ഭാഗത്ത് മനുഷ്യർക്ക് വലയം ചെയ്യാനായിട്ടാണ് പരിശുദ്ധമായ കഅബയെ പടച്ചത്. മലക്കുകളാണ് ആദ്യം നിർമ്മിച്ചത്. കഅബ ആദ്യം നിർമ്മിച്ചത് മലക്കുകളാണ്. മനുഷ്യ ജന്മത്തിന് മുമ്പേ കഅബാലയം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുടെ വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. അഥവാ ആകാശഭൂമികളെ പടക്കുന്നതിന് മുമ്പ് തന്നെ ആ പരിശുദ്ധ കഅബയെ ആദ്യം നിർമ്മിച്ചത് മലക്കുകളാണ്. പിന്നീട് അങ്ങോട്ട് ആദം നബി അലൈഹിസ്സലാമിന്റെ കാലം ജനങ്ങൾ അതിനെ ആദരവോടുകൂടെ കാണുകയും നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് പ്രളയം സംഭവിച്ച് ചെറിയ പരിക്കുകൾ പറ്റുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആ കഅബയുടെ ചരിത്രം നമുക്ക് പിന്നീട് കാണാൻ സാധിക്കുന്നത് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കഅബയെ പുനർനിർമ്മിക്കാൻ പറഞ്ഞു. പുനർനിർമ്മാണം നടത്തി ആര്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അല്ലാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ല ആദ്യം കഅബ ഉണ്ടാക്കിയത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബയുടെ നിർമ്മാണത്തിന് ഒരുങ്ങുമ്പോ കഅബയുടെ ഭാഗങ്ങൾ ഭൂമിക്കടിയിലായിരുന്നു. ആ ഭൂമിക്കടിയിലുള്ള ഭാഗങ്ങളെ അവിടുന്ന് ഉയർത്തി അതിനെ പൂർണ്ണമായ രൂപത്തിലായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം രൂപപ്പെടുത്തി. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്ത് വഇസ്മാഈൽ. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, പരിശുദ്ധമായ കഅബാലയത്തിന്റെ അസ്ഥിവാരത്തെ ഇബ്രാഹിം നബിയും അവിടുത്തെ മകൻ ഇസ്മായിൽ നബിയും ഉയർത്തുന്ന സന്ദർഭം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അസ്ഥിവാരത്തെ ഖവാഇദ മിനൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്ത് വഇസ്മാഈൽ. അങ്ങനെ ഇസ്മായിൽ നബിയും ഇബ്രാഹിം നബിയും ദുആ ചെയ്യുന്നത് ആയത്തിൽ കാണാം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് കഅബയെ പുനർനിർമ്മിച്ചത്. ആ കഅബ പരിശുദ്ധമായ കേന്ദ്രം, ലോകത്തെ വിശ്വാസികളുടെ മുഴുവൻ അഭയ കേന്ദ്രമാണ്. അല്ലാഹുവേ, ആളുകൾ അങ്ങോട്ട് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അബ്രഹത്തും കൂട്ടരും വന്നു പരിശുദ്ധ കഅബയെ എതിർക്കാൻ വേണ്ടിയിട്ട് മുഗമ്മസ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ അബ്രഹത്തും കൂട്ടരും ഒരുപാട് ഒട്ടകങ്ങളെ കാണാൻ സാധിച്ചു. അതിനിടയിൽ ഒരുപാട് ഏറ്റുമുട്ടലുകൾ നടത്തിയെന്ന അറബ് ഗോത്രങ്ങളുമായി വലിയ ഏറ്റുമുട്ടലുകളൊക്കെ നടത്തി. അതിലൊക്കെ അറബികൾക്ക് പരാജയമുണ്ടായിട്ടുണ്ട്. അതിനിടയിൽ മുഗമ്മസ് എന്ന സ്ഥലത്തെത്തിയപ്പോ അവിടെ ഒരുപാട് ഒട്ടകങ്ങളുണ്ട്. ആ ഒട്ടകങ്ങളെ മുഴുവൻ കൊള്ളയടിച്ചു. ആര്? അബ്രഹത്തും കൂട്ടരും കൊള്ളയടിച്ചു. അപ്പോഴൊക്കെ ഇവർക്ക് സന്തോഷായി, ഇതാ വിജയിക്കാൻ പോവാൻ. ആ ഒട്ടകങ്ങളുടെ കൂട്ടത്തിൽ അബ്ദുൽ മുത്തലിബിന്റെ 200 ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു.
ഒട്ടകങ്ങളുടെ കൂട്ടത്തിൽ 200 ഒട്ടകങ്ങൾ ആരുടേതായിരുന്നു? നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാമഹനായ അബ്ദുൽ മുത്തലിബിന്റെ ഒട്ടകങ്ങളായിരുന്നു. അബ്ദുൽ മുത്തലിബായിരുന്നു ഖുറൈശികളുടെ നേതാവ്. കഅബാലയത്തിന്റെ സംരക്ഷണം ഖുറൈശികളുടെ കയ്യിലാണ്. അന്നത്തെ എല്ലാവിധ ഉത്തരവാദിത്തങ്ങളും നേതൃത്വവും ഖുറൈശികളുടെ കയ്യിലാണ്. അബ്ദുൽ മുത്തലിബിന്റെ ഒട്ടകവും ഇവര് എന്താക്കി? അപഹരിച്ചു. അങ്ങനെ ഈ സ്ഥലത്ത് നിന്ന് അബ്ദുൽ മുത്തലിബിന്റെ അടുത്തേക്ക് അബ്രഹത്ത് ആളെ പറഞ്ഞയക്കുകയാണ്. ഒരു ദൂതനെ പറഞ്ഞയച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ദൂതനെ പറഞ്ഞയച്ചുകൊണ്ട് അബ്രഹത്ത് അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞതെന്താ? ദൂതൻ മുഖേന പറഞ്ഞത്, ഞങ്ങൾ എന്തിനു വരികയല്ല, നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വരികയല്ല, നിങ്ങളോടൊരു യുദ്ധത്തിന് വരികയല്ല, മറിച്ച് കഅബയെ പൊളിക്കുക, അത് മാത്രമേ ലക്ഷ്യമുള്ളൂ. നിങ്ങളൊന്ന് മാറി നിന്ന് തന്നാ മതി, കഅബയെ ഞങ്ങൾ ഞൊടിയിട കൊണ്ട് പിഴുത് മാറ്റിത്തരാം, അത്ര മാത്രമേ ലക്ഷ്യമുള്ളൂ. കാരണം എന്താ? വഴിയിലുടനീളം ഇവർക്ക് വിജയം കിട്ടിയാണ്. അബ്ദുൽ മുത്തലിബിന്റെയും 200 ഒട്ടകങ്ങളെ പിടിച്ചു വച്ചിരിക്കുകയാണ്, അപഹരിച്ചു വച്ചിരിക്കുകയാണ്. അബ്ദുൽ മുത്തലിബിനോട് ഈ ദൂതൻ വന്ന് പറഞ്ഞു, അബ്രഹത്തിന് നിങ്ങളോട് ഏറ്റുമുട്ടി ഇവിടെ സമരം ചെയ്ത് പോർക്കളം തീർക്കണമെന്ന ഉദ്ദേശമില്ല, മറിച്ച് ഈ കഅബാലയത്തെ പൊളിച്ചു മാറ്റുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. അതിനൊന്ന് സമ്മതിച്ചാൽ മതി. അങ്ങനെ അബ്ദുൽ മുത്തലിബിനെ അബ്രഹത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി എന്ന അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിന്റെ അടുത്തേക്ക് പോകാൻ തയ്യാറായി. അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിന്റെ അടുത്തെത്തിയപ്പോ അബ്രഹത്ത് വലിയ ആദരവോടുകൂടെ വിനയത്തോടുകൂടെയാണ് അബ്രഹത്ത് അബ്ദുൽ മുത്തലിബിനെ കണ്ടത്. ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, എന്റെ 200 ഒട്ടകങ്ങൾ നിങ്ങൾ അപഹരിച്ചിട്ടുണ്ട്, അത് തിരിച്ചു തരണം. ചരിത്രം മനസ്സിലാവുന്നുണ്ടോ? 200 ഒട്ടകങ്ങൾ നിങ്ങൾ അപഹരിച്ചിട്ടുണ്ട്, കട്ടെടുത്തിട്ടുണ്ട്, അത് തിരിച്ചു തരണം. അതിൽ അബ്രഹത്ത് ആകെ എന്താ വല്ലാത്ത ഒരു രൂപത്തിലായി. അയാൾ പറഞ്ഞു, എനിക്ക് നിങ്ങളെ കുറിച്ചുള്ള മതിപ്പ് മുഴുവൻ നഷ്ടപ്പെട്ടു. നിങ്ങൾ ആദരവോട് ബഹുമാനത്തോടു കൂടെ കാണുന്ന കഅബയെ പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരണത്. നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ലേ? കഅബയെ സംബന്ധിച്ചൊന്നും പറയാനില്ല. കേവലം 200 ഒട്ടകങ്ങളെ കുറിച്ചാണോ നിങ്ങൾക്ക് പറയാനുള്ളത്? വെറും 200 ഒട്ടകങ്ങളെ കുറിച്ചാണോ നിങ്ങൾക്ക് പറയാനുള്ളത്? അപ്പൊ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, എനിക്ക് അല്ലാഹു, എനിക്ക് എന്റെ റബ്ബ് ഉടമാവകാശം തന്നതാണ് 200 ഒട്ടകങ്ങളെ. അതാണ് എനിക്ക് തിരിച്ചു കിട്ടേണ്ടത്. കഅബയുടെ രക്ഷിതാവ് അല്ലാഹുവാണ്. അവൻ ആ കഅബയെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. അതിൽ എനിക്ക് യാതൊരു ഭയവുമില്ല. പരിശുദ്ധ കഅബയെ അതിനെ സംരക്ഷിക്കേണ്ടവൻ സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്നാണ് അബ്ദുൽ മുത്തലിബ് തിരിച്ചു പറഞ്ഞത്. 200 ഒട്ടകങ്ങൾ അത് എന്റെ കാര്യമായതുകൊണ്ട് ഞാൻ പറഞ്ഞു, കഅബ അത് റബ്ബ് നോക്കിക്കൊള്ളും. അബ്രഹത്ത് പറഞ്ഞു, എന്നാൽ നമുക്ക് കാണാം. അബ്രഹത്ത് പടയാളികളുമായി ആനയുമായിട്ട് ആ കഅബയെ ലക്ഷ്യമാക്കിക്കൊണ്ട് പുറപ്പെടുകയാണ്. ഈ വിവരം അബ്ദുൽ മുത്തലിബ് നേരെ പോയി പറയുകയാണ്. അബ്ദുൽ മുത്തലിബ് ആളുകളോട് പറഞ്ഞു, പരിശുദ്ധ കഅബാലയത്തിന്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ എല്ലാവരും മലമുകളിൽ കയറി രക്ഷപ്പെടണം. മലമുകളിലേക്ക് കയറി രക്ഷപ്പെടാൻ പറഞ്ഞു, മലമുകളിലേക്ക് കയറാൻ പറഞ്ഞു. ഇതാ അബ്രഹത്തും കൂട്ടരും വരികയാണ്. അല്ലാഹുവിൽ പരമേൽപ്പിച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബ് അതാ ദൃഢനിശ്ചയം ചെയ്യുന്നു, അല്ലാഹു സംരക്ഷിക്കുക തന്നെ ചെയ്യും. എന്ത് സംഭവിച്ചുവെന്നല്ലേ? കഅബാലയത്തിന്റെ അടുത്തേക്ക് എത്താൻ വരെ അബ്രഹത്തിനും കൂട്ടർക്കും സാധ്യമായില്ല. കിലോമീറ്ററുകൾ അകലെ നിന്ന് തന്നെ ആനകൾ അവിടെ, അല്ലെങ്കിൽ ഒരാനയാണെങ്കിൽ ആ ആന മുന്നോട്ട് നീങ്ങാൻ സാധിക്കാത്ത വിധത്തിൽ അവിടെ കുനിഞ്ഞു നിന്നുപോയി എന്നാണ്. ആനക്ക് അവിടെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞല്ലോ, ഇന്നല്ലാഹ ഹബസ മക്ക, ഇന്നല്ലാഹ ഹബസ മക്ക, അല്ലാഹു മക്കയെ സംരക്ഷിച്ചു. എങ്ങനെ? ഈ ആനക്ക് മുന്നോട്ട് കടക്കാൻ സാധിക്കാത്ത വിധത്തിൽ അതിന്റെ ശക്തി ക്ഷയിച്ചു പോയി. പക്ഷെ ചരിത്രം രേഖപ്പെടുത്തുന്നത് എന്താ? ആനയെ ഇങ്ങനെ തെളിക്കുകയാണ്. ആനയെ തെളിക്കാൻ വേണ്ടിയിട്ട് അബ്രഹത്ത് വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ സാധിക്കണില്ല. പിന്നെ പല ഭാഗത്തേക്കും തിരിച്ചു നോക്കി.
യമനിന്റെ ഭാഗത്തേക്ക് ആനയെ പിടിച്ചു നിർത്തുമ്പോ ആന ശക്തമായി ഓടാൻ വേണ്ടി നിൽക്കാൻ യാതൊരു തകരാറുമില്ല. ഷാമിന്റെ ഭാഗത്തേക്കും ആനയെ തിരിക്കുമ്പോ ആനക്ക് യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ നേരെ മക്കയുടെ ഭാഗത്തേക്ക്, കഅബാലയത്തിന്റെ ഭാഗത്തേക്ക് മക്ക ആനയെ തിരിച്ചു നിർത്തുമ്പോഴോ ആനക്ക് അനങ്ങാൻ സാധിക്കുന്നില്ല. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ആനക്കാരായ ആളുകളെ കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബേ അങ്ങയുടെ റബ്ബ് പ്രവർത്തിച്ചത് എങ്ങനെയാണെന്ന് നബിയെ അങ്ങ് കണ്ടില്ലയോ? ആ ധിക്കാരികളുടെ നാശത്തെ കണ്ടില്ലയോ? ഇവിടെ അലം തറ എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ നബിയെ അങ്ങ് മനസ്സിലാക്കിയിട്ടില്ലേ എന്നാണ് അർത്ഥം. അങ്ങ് മനസ്സിലാക്കിയിട്ടില്ലേ? അറിവുള്ള സംഭവത്തെ കുറിച്ച് നമ്മൾ അറിവിലേക്ക് ബന്ധപ്പെടുത്തിയും പറയും അല്ലെ, അത് കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കും. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. ആദ് സമൂഹത്തെ കൊണ്ട് അല്ലാഹു പ്രവർത്തിച്ചതെന്ത് എന്ന് നബി അങ്ങ് കണ്ടിട്ടില്ലേ എന്ന് മറ്റൊരിടത്ത് ചോദിക്കുന്നത് പോലെ തന്നെയാണ് അസ്ഹാബുൽ ഫീലിനെ കൊണ്ട് എന്താണ് നബിയെ അല്ലാഹു പ്രവർത്തിച്ചതെന്ന് നബിയെ അങ്ങ് കണ്ടില്ലേ? അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. അവരുടെ കുതന്ത്രത്തെ അല്ലാഹു പാഴാക്കി കളഞ്ഞില്ലേ? കുതന്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെയുള്ള ഗൂഢലക്ഷ്യത്തോടുകൂടെയാണ് വന്നത്. കഅബാലയത്തെ ചങ്ങലയിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ആനയെ കൊണ്ട് ഒരു വലിക്കൽ വലിച്ചു കഴിഞ്ഞാൽ ആ കഅബ അങ്ങ് പെട്ടെന്ന് തകർത്ത് കളയും. അങ്ങനെ നമുക്ക് വിജയിക്കാം എന്നാണ് അവർ കണക്ക് കൂട്ടിയിരുന്നത്. എല്ലാം തന്നെ അല്ലാഹു പരാജയപ്പെടുത്തി. അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ وأرسل عليهم طيرا أبابيل وأرسل عليهم طيرا أبابيل. ഇങ്ങനെ ആനക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്നില്ല. ആനക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്നില്ല. വല്ലാത്ത പ്രയാസത്തിലായി ഇവർ. ആ സമയത്താണ് അവരെ അപ്രതീക്ഷിതമായി വലിയ അപകടം വരുന്നത്, അള്ളാഹുവിന്റെ ബോംബ് വർഷം വരുന്നത്. അള്ളാഹു പ്രത്യേകമായ ഒരു പക്ഷിക്കൂട്ടങ്ങളെ പറഞ്ഞയച്ചു. ആ പക്ഷിക്കൂട്ടങ്ങളിലെ ഓരോ പക്ഷിയുടെ കാൽക്കലും 2 കല്ലുകൾ വീതമുണ്ടായിരുന്നു. ഓരോ പക്ഷിയുടെയും 2 കാലിൽ ഓരോ കല്ല് വീതം, പിന്നെ ചുണ്ടിലും ഒരു കല്ല്. അങ്ങനെ 3 കല്ലുകൾ ഈ പക്ഷിക്കൂട്ടങ്ങളിലെ ഓരോ പക്ഷിയുടെയും അടുത്തുണ്ടായിരുന്നു. ആ കല്ലുകളോ നല്ല ചുടുകട്ടയായി നിൽക്കുന്ന കല്ലുകളായിരുന്നു. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ. അവർക്ക് മേൽ അബാബീൽ പക്ഷികളെ. അബാബീൽ പക്ഷികൾ എന്ന് പറയുമ്പോൾ അബാബീൽ ആ പക്ഷികളുടെ പേരാണ് എന്ന് നമ്മൾ ധരിച്ചേക്കാം. സത്യത്തിന് മുഫസ്സിറുകളൊക്കെ പറയുന്നത് അബാബീൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂട്ടം കൂട്ടമായ പക്ഷികൾ എന്നാണ്. കൂട്ടം കൂട്ടമായി ഇങ്ങനെ ഒരു ബോംബ് വർഷം നടത്തുമ്പോ അങ്ങനെയുള്ളോ അല്ലേ? ഒന്ന് അല്പം കുറച്ച് വന്ന് പിന്നെ തൊട്ടടുത്ത് വന്ന് ഇതിങ്ങനെ നിർത്തുമെന്ന് തോന്നുമ്പോ വീണ്ടും വന്ന് അക്രമം നടക്കുകയാണ്. ഇങ്ങനെ നല്ല ചൂടുള്ള കല്ലുകൾ. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. സിജ്ജീൽ എന്ന് പറഞ്ഞാൽ തീ കൊണ്ട് ചൂടാക്കപ്പെട്ട ഇഷ്ടികക്കട്ട പോലെ അല്ലേ? ഇഷ്ടികക്കട്ട. അങ്ങനെ ചൂളയിൽ വെച്ച് ചൂടാക്കപ്പെട്ട കല്ലിനാണ് സിജ്ജീൽ എന്ന് പറയുന്നത്. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ. നല്ല കടുത്ത തീ കൊണ്ട് തീ കൂട്ടപ്പെട്ട ചൂളയിൽ വെച്ച് ചൂടാക്കപ്പെട്ട് ശക്തമായ രൂപത്തിൽ ചുട്ടുപഴുത്ത കല്ലുകളെ വഹിച്ചുകൊണ്ടാണ് ഈ പക്ഷികൾ വന്നിട്ട് അക്രമം നടത്തിയത്. അക്രമം നടത്തിയപ്പോ അബ്രഹത്തിന്റെയും ആളുകളുടെയും ശരീരത്തിലേക്ക് അതങ്ങ് തുളച്ചു കയറിയിട്ട് ആ കല്ല് ഒരു ഭാഗത്ത് ഇങ്ങോട്ട് കയറിയാൽ മറുഭാഗത്തു കൂടെ അങ്ങോട്ട് പുറത്തേക്ക് വന്നിട്ട് അവരുടെ തൊലിയും എല്ലുമെല്ലാം പുറത്തേക്ക് വരുന്ന വിധത്തിൽ ആകെ നാശമടഞ്ഞു പോയി. എല്ലാം കൊണ്ടും അല്ലാഹു അവരെ തകർത്ത് തരിപ്പണമാക്കി നിന്യമാക്കി കളഞ്ഞു. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. അല്ലാഹു അവരെ ആക്കി തീർത്തു. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. അസ്ഫ് എന്ന് പറഞ്ഞാൽ
തിന്നപ്പെട്ട വൈക്കോൽ എന്നാണ്. അസ്ഫ് എന്ന് പറഞ്ഞാൽ വൈക്കോൽ എന്നർത്ഥം. മഅ്കൂൽ എന്ന് പറഞ്ഞാൽ തിന്നപ്പെട്ടത്. തിന്ന് ചവച്ചരച്ച് തുപ്പിയാൽ എങ്ങനെ അവശിഷ്ടങ്ങൾ ഉണ്ടാകും, അതുപോലെയായിത്തീർന്നു ഈ കല്ലുകൾ വന്ന് പെയ്തിറങ്ങിയപ്പോ, ചുടുകട്ട വന്ന് പെയ്തിറങ്ങിയപ്പോ നശിച്ച് നാമാവശേഷമായി പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയ്ക്ക് നൽകുന്ന സംരക്ഷണമാണ്, പരിശുദ്ധമായ മണ്ണിന് നൽകുന്ന സംരക്ഷണമാണ്. അൽ അമീനായ മുത്തുനബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമിന ബീവി റളിയല്ലാഹു അൻഹയിലൂടെ ഇതാ ജന്മം കൊള്ളാനിരിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. ആമിനത്തുൻ എന്ന് പറഞ്ഞാൽ എന്താ? ആമിനത്തുൻ അല്ലേ, നിർഭയത്വമുള്ളത് എന്നർത്ഥം. നിർഭയത്വം. റസൂലുള്ളാന്റെ പേരെന്താ വിളിക്കപ്പെട്ടത്? അൽ അമീൻ. ഈ നാടിന്റെ പേരാണ്. നാടിന്റെ പേരോ വത്തീനി വസ്സൈതൂൻ വതൂരി സിനീൻ വഹാദൽ ബലദിൽ അമീൻ. വഹാദൽ ബലദിൽ അമീൻ. ഈ നിർഭയത്വത്തിന്റെ നാട്. അങ്ങനെയല്ലേ വമൻ ദഖലഹു കാന ആമിന. ആരാണ് ഈ നാട്ടിൽ പ്രവേശിച്ചത് അവർ ഏറ്റവും വലിയ നിർഭയത്വം നേടിയവരായിരിക്കുന്നു. ആ നിർഭയത്വം കൊണ്ടാണല്ലോ ഖുറൈശികൾക്ക് കച്ചവടം വിജയിച്ചത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ലീലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലതസ് സിതാഇ വസ്സൈഫ് ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്. ആ സൂറത്തും ഈ സൂറത്തുൽ ഫീലും തമ്മിൽ വലിയ കണക്ഷനാണ്. അവിടെയും പറഞ്ഞു റബ്ബ ഹാദൽ ബൈത്ത്, ഈ വീടിന്റെ റബ്ബ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അങ്ങയുടെ റബ്ബ് എന്താണ് ഈ അസ്ഹാബുൽ ഫീലിനെ കൊണ്ട് ചെയ്തത് എന്ന്, എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന് നബിയെ അങ്ങ് കണ്ടില്ലയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയിട്ടുള്ള വലിയൊരു മഹത്വത്തിന്റെ ഒരു വലിയൊരു ദൃഷ്ടാന്തമാണ് പുണ്യനബി ജനിക്കുന്നതിന് മുമ്പേയുള്ള ഈ സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സംഭവം കഴിഞ്ഞ് 50 ദിവസം കഴിഞ്ഞിട്ടാണ് ജന്മം കൊണ്ടത്. അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ അത്ഭുതങ്ങൾ ജനന സമയത്തുണ്ടായി. പക്ഷെ അതിനു മുമ്പേ കഅബാലയം തകർക്കപ്പെട്ടിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എന്തായിരിക്കും അവസ്ഥ? അള്ളാഹു അവന്റെ ഖുദ്റത്തിലൂടെ ഇവിടെ കാണിച്ചു തരികയാണ് ഈ പരിശുദ്ധ ഭൂമിയുടെ ഏറ്റവും വലിയ മഹത്വത്തെ. ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة واجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات. പരിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയില്ലേ, റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നി അസ്കൻതു മിൻ ദുർരിയതി, ഞാനിതാ എന്റെ മക്കളിൽ ചിലരെ ഇവിടെ താമസിപ്പിച്ചു പോവുകയാണ്. ബിവാദിൻ ഗൈരി ദീ സറ, ഒരു കൃഷിയോ ഒരു തളിരോ ഇല്ലാത്ത ഈ വിജനമായ ഭൂമിയിൽ ഒഴിച്ചിട്ട് പോവുകയാണ്, ഇവിടെ താമസിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഇൻദ ബൈതിക്കൽ മുഹറം, നിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ അടുത്താണ്. റബ്ബനാ, എന്തിനു വേണ്ടിയിട്ടാണ് എന്റെ മക്കളെ ഇവിടെ ഉപേക്ഷിക്കുന്നത്? ലിയുഖീമുസ്സലാ, നിസ്കാരം നിലനിർത്താൻ വേണ്ടിയാണ്. വജ്അൽ അഫ്ഇദതം മിനന്നാസ്, ജനഹൃദയങ്ങളെ മുഴുവൻ അല്ലാഹ് നീ ആക്കണമേ. തഹ്വി ഇലൈഹിം, എന്റെ ഈ മക്കളിലേക്ക് ഇവിടെ താമസിക്കുന്നവരിലേക്ക് ചായ്വുള്ളവരാക്കണമേ. وجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات, അവർക്ക് വേണ്ട പഴവർഗ്ഗങ്ങൾ ഫലവർഗ്ഗങ്ങളെല്ലാം നീ പ്രദാനം ചെയ്യുകയും വേണമേ എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആ എത്ര പ്രസക്തമാണ്. അന്ന് വിജനമായ സ്ഥലത്ത്, ആരാരുമില്ലാത്ത സ്ഥലത്താണ് തന്റെ പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയോടൊപ്പം അവിടെ ഉപേക്ഷിച്ചു പോയത്. വിസ്മയജനകമായ ആ ചരിത്രത്തിന്റെ തുടക്കം അങ്ങനെയെങ്കിൽ ഇന്ന് ലോകത്ത് ഏറ്റവും ജനനിബിഡമായ സ്ഥലമേതെന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധ മക്കയല്ലേ? അത് അവിടുത്തെ പ്രദേശവാസികൾ മാത്രമായിട്ടാണോ? ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് മിൻകുല്ലി ഫജ്ജിൻ അമീൻ ഒഴുകി വരികയാണ് ലക്ഷോപലക്ഷം ആളുകൾ. നമ്മൾ ഇന്ന് പരിശുദ്ധ കഅബാലയത്തിലേക്ക്, ഹറമിലേക്ക് ചെന്നാൽ
ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി ഇഫ്താറിൽ പങ്കെടുക്കുന്നത് എത്ര നയന മനോഹരമാണ്. അല്ലാഹുവിന്റെ അത്ഭുതത്തിന്റെ വലിയ വാക്കുകൾ എത്രമാത്രം പ്രസക്തമായി നമുക്ക് മനസ്സിലാകുന്നു. വജഅൽ അഫ്ഇദതം മിനന്നാസി തഹ്വി ഇലൈഹിം, ജനഹൃദയങ്ങളെ അവരിലേക്ക് മുഴുവൻ ചായ്വുള്ളവരാക്കണമേ. ഞാനും നിങ്ങളും എവിടേക്കെങ്കിലും സന്തോഷത്തോടുകൂടെ ഇബാദത്ത് ഉദ്ദേശിച്ച് പോവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നമ്മുടെ സ്വദേശമല്ലാതെ മറ്റൊരു മണ്ണിൽ വെച്ച് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധ മക്കയും മദീനയുമല്ലേ. അല്ലാഹുവിന്റെ വലിയ ദൃഷ്ടാന്തം, ആ മഹത്തായ ദൃഷ്ടാന്തങ്ങൾ കുടികൊള്ളുന്ന ആ മണ്ണിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ആപത്തിൽ നിന്നും സംരക്ഷിച്ചിരിക്കുകയാണ്. ആ വലിയ സംരക്ഷണത്തിന്റെ കഥ പറയുന്ന സൂറത്താണ് അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം തൈറൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. ബാങ്കുടുത്തോ? ബാങ്കിന്റെ സമയമായി. ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമ നമുക്ക് വർദ്ധിപ്പിച്ച് തരട്ടെ. ഒന്നെല്ലാവരും ഒന്നുകൂടെ ഓതിയിട്ട് നമ്മുടെ അതിൻ്റെ അർത്ഥം ഒന്നുകൂടെ പറയല്ലേ? മനസ്സിലാകുന്നുണ്ടോ? അല്ലാഹു അലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ, നബിയെ നിങ്ങൾ കണ്ടില്ലേ? അലം തറ, നബിയെ നിങ്ങൾ കണ്ടില്ലേ? ഇങ്ങനെ ഒരു ചോദ്യ രൂപത്തിൽ പല പല ആയത്തുകളും നമുക്ക് കാണാം. ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. റഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ കള്ളമാക്കുന്നവനെ നബിയെ അങ്ങ് കണ്ടില്ലേ? ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടാണ് അഭിമുഖമായി പറയുന്നതെങ്കിൽ അത് അതിന്റെ ആദ്യഘട്ടമാണ്. പിന്നെ പറയുന്നത് മുഅ്മിനീങ്ങളായ ഞാനും നിങ്ങളും അടക്കമുള്ള എല്ലാവരോടുമാണ്. ഈ ചരിത്രത്തെ നിങ്ങൾ പഠിക്കുന്നില്ലേ? മനസ്സിലാക്കുന്നില്ലേ? അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ നിങ്ങൾ അറിയുന്നില്ലേ? അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ നിങ്ങൾ അറിയുന്നില്ലേ എന്നതാണ് അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അമ്പിയാക്കളുടെ ചരിത്രം വളരെ വിസ്മയജനകമാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം, അവിടെ വലിയ വിസ്മയമായിട്ട് ഹുദ്ഹുദ് പക്ഷിയെ കാണാം. മൂസാ നബി അലൈഹിസ്സലാം, അവിടെ വലിയ വിസ്മയമായിട്ട് ഒരു വടി കാണാം. ഖുർആൻ പറയുന്നു വടിയെക്കുറിച്ച്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് അവസരങ്ങൾ ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് വിശദീകരിച്ച് പറയാനുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. അലം തറ, അതുകൊണ്ട് നബി അങ്ങ് കണ്ടില്ലേ? അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അസ്ഹാബുൽ ഫീൽ, അസ്ഹാബ് എന്ന് പറഞ്ഞാൽ ആളുകൾ എന്നർത്ഥം. അസ്ഹാബ്, സഹാബി എന്ന് പറഞ്ഞാൽ നബി തങ്ങളോടൊപ്പം കൂടിയ ആളുകൾ. ബാങ്ക് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് 2-3 മിനിറ്റ് കൂടെ അല്ലേ? കുഴപ്പമില്ലല്ലോ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അലം തറ, നബിയെ അങ്ങ് കണ്ടില്ലേ? കൈഫ, എങ്ങനെയാണ്, ഫഅല റബ്ബുക, അങ്ങയുടെ റബ്ബ് പ്രവർത്തിച്ചത് എന്ന്, ബി അസ്ഹാബിൽ ഫീൽ, ആനക്കാരായ ആളുകളെ കൊണ്ട്, ആനക്കലഹക്കാരെ കൊണ്ട്, അല്ലെങ്കിൽ ആനക്കാരായ ആളുകളെ കൊണ്ട്. ഫീൽ എന്ന് പറഞ്ഞാൽ ആന എന്നർത്ഥം. ഒരാനയാണെങ്കിൽ അൽ ഫീൽ, അതാണ് ഉദ്ദേശം. അല്ലെങ്കിൽ അൽ ഫീൽ എന്നതുകൊണ്ട് ആനയുടെ ആ വിഭാഗം എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പൊ ഒന്നിൽ കൂടുതൽ ആനകൾ ഉണ്ടെങ്കിലും ആ വാക്കിന് അവിടെ പ്രശ്നമില്ല. കാരണം അൽ ഫീൽ എന്ന് പറഞ്ഞതുകൊണ്ട്. അൽ ഫീൽ എന്ന് പറഞ്ഞാൽ ആനയുടെ ആ വർഗം എന്ന ഉദ്ദേശത്തിലാണ്. അതുകൊണ്ട് തന്നെ 12 13 അതിലേറെയോ ആനകൾ ഉണ്ടെങ്കിൽ ആ വാക്കുകൊണ്ട് വിവക്ഷിക്കപ്പെടാൻ
അനുയോജ്യം തന്നെയാണ് എന്ന് അതിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയുന്നു. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും അലം യജ്അൽ കൈദഹും അലം യജ്അൽ അല്ലാഹു ആക്കിയില്ലേ കൈദഹും അവരുടെ കുതന്ത്രങ്ങളെ. കൈദ് എന്ന് പറഞ്ഞാൽ എന്താ? കുതന്ത്രം എന്നർത്ഥം. മനസ്സിലായല്ലോ? തന്ത്രമുണ്ട്, കുതന്ത്രമുണ്ട് അല്ലേ? ഇവിടെ വലിയ കുതന്ത്രാണ്. മനസ്സിലായല്ലോ? കഅബയെ പൊളിച്ച് മാറ്റുക, അക്രമം നടത്തുക, എല്ലാ അർത്ഥത്തിലുമാണ് അവർ വന്നത്. അതിനെ ആകെ തകർത്ത് തരിപ്പണമാക്കിയില്ലേ? അലം യജ്അൽ കൈദഹും ഇന്നഹും യകീദൂന കൈദൻ ഫഅകീദു കൈദാ. അല്ലേ? നമുക്കറിയാവുന്ന സൂറത്തിൽപ്പെട്ടത് തന്നെയാണ്. ഇന്ന കൈദകുന്ന അളീം. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് നമുക്ക് അറിയാൻ സാധിക്കും. എന്താ? ഇന്ന കൈദകുന്ന അളീം. പെണ്ണുങ്ങളുടെ കൈദ്, കുതന്ത്രങ്ങൾ വലുതാണ്. കുതന്ത്രങ്ങൾ മെനയുന്നതിൽ പെണ്ണുങ്ങളും മുന്നിലുണ്ടാകുമെന്നർത്ഥം. സഹോദരിമാരുണ്ടാവുമല്ലോ, കുറ്റപ്പെടുത്തി പറയല്ല. പല വയലുകളും സദസ്സുകളും എന്തായിരിക്കും? പെണ്ണുങ്ങളിലേക്ക് കുറെ സൂചന നൽകി പറയും. പക്ഷേ പെണ്ണ് നന്നാകുമ്പോഴാണ് ഏതൊരു വീടും കുടുംബവും നന്നാകുന്നത്. കുടുംബത്തിന്റെ അടിസ്ഥാനം അവിടെയാണ് നന്നാകുന്നത്. അതുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ സൗഭാഗ്യത്തിൽ ആദ്യമായി ഹബീബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായ പെണ്ണ് എന്ന് പറഞ്ഞത്. നമ്മൾ ഈ കഅബയുടെ ചരിത്രം പറയുമ്പോഴും അവിടെ ഒരു പെണ്ണുണ്ട്. അതാരാണ്? മഹദിയായ ഹാജർ റളിയല്ലാഹു അൻഹ. സംസം വെള്ളം ലോകത്തെ അത്ഭുതത്തിന്റെ വെള്ളമാണെങ്കിൽ അതിൽ ഒരു പങ്കാളിത്തം ആർക്കുണ്ട്? ഹാജർ റളിയല്ലാഹു അൻഹക്കുണ്ട്. അല്ലേ? സഫാ മർവക്കിടയിലൂടെയുള്ള സഅയ്, അതുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രം അത് ഹാജർ ബീവി നടന്നുപോയ വഴികളായതുകൊണ്ടാണ്. ഹാജറ എന്നല്ല, എന്താ പറയേണ്ടത്? ഹാജർ ബീവി റളിയല്ലാഹു അൻഹ. ലോകത്തിന്റെ ചരിത്രത്തെ ഗതിമാറ്റുന്നതിൽ വലിയ പങ്കാളിത്തം വഹിച്ച മഹത്തുക്കളായ വനിതകളെ നമുക്ക് ചരിത്രത്തിൽ ഒരുപാട് കാണാം. സൂറത്തു മറിയം ബീവി റളിയല്ലാഹു അൻഹ. അല്ലാഹു വലിയ അത്ഭുതത്തിന്റെ പിറവി ഈസാ നബി അലൈഹിസ്സലാമിന്റെ പിറവിയിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്തത് മറിയം ബീവി റളിയല്ലാഹു അൻഹയിലൂടെയാണ്. ചരിത്രമല്ലേ? അതുകൊണ്ട് സ്ത്രീ സമൂഹത്തിൽ ഏറ്റവും വലിയ നന്മകളുടെ ആളുകളാവാൻ, വക്താക്കളാവാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഈ ചരിത്രങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അവിടെ ഏറ്റവും അപകടപ്പെടുത്താൻ നോക്കി. അതേക്കുറിച്ച് ഖുർആൻ പറയുന്നു, ഇന്ന കൈദകുന്ന അളീം. പെണ്ണുങ്ങളുടെ കുതന്ത്രങ്ങൾ വലുതാണ്. ഞാൻ പറഞ്ഞത് കൈദ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കാനാണ്. കൈദ് എന്ന് പറഞ്ഞാൽ കുതന്ത്രം എന്നർത്ഥം. കുതന്ത്രം കാണിച്ച അവരുടെ ആ കുതന്ത്രങ്ങളെ മുഴുവൻ അല്ലാഹു ഫീ തദ്ലീൽ, നഷ്ടത്തിലാക്കിയില്ലേ? തദ്ലീൽ, ലലാലത്ത് എന്ന് പറഞ്ഞല്ലോ. തദ്ലീൽ, നഷ്ടത്തിലാക്കിയില്ലേ? അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. നശിപ്പിച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കുതന്ത്രങ്ങളെ മുഴുവൻ. വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ. വഅർസല അലൈഹിം, അവർക്ക് മേൽ അല്ലാഹു അയക്കുകയും ചെയ്തു. അർസല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അയച്ചു. റസൂൽ എന്താ? അയക്കപ്പെട്ടവൻ, ദൂതൻ എന്നാണ് അർത്ഥം. അർസല, അയച്ചു എന്നർത്ഥം. ഇന്നാ അർസൽനാക ശാഹിദൻ വമുബശ്ശിറൻ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ആ പദപ്രയോഗം തന്നെയാണ് ഇവിടെയും. അർസല അലൈഹിം, അവരുടെ മേൽ അയക്കുകയും ചെയ്തില്ലേ? ത്വയ്റൻ, പക്ഷികളെ. അബാബീൽ, കൂട്ടം കൂട്ടമായി. എങ്ങനെ? അബാബീൽ എന്ന് പറഞ്ഞാൽ കൂട്ടം കൂട്ടമായി ഒരു തരം പക്ഷികളെ അല്ലാഹു അയക്കുകയും ചെയ്തില്ലേ? തർമീഹിം, ആ പക്ഷികൾ അവരെ എറിയുകയും ചെയ്തു. ബിഹിജാറത്തിൻ, കല്ലുകളെ കൊണ്ട്. ഹിജാറത്ത് എന്ന് പറഞ്ഞാൽ കല്ലുകളെ കൊണ്ട്. മിൻ സിജ്ജീൽ, ചൂളയിൽ വെച്ച് ചൂടാക്കപ്പെട്ട കല്ലുകളെ കൊണ്ട് എറിയുകയും ചെയ്തു. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. അങ്ങനെ അല്ലാഹു അബ്രഹത്തിനെയും അവന്റെ സൈന്യത്തെയും തിന്നപ്പെട്ട വൈക്കോല് പോലെ, വേസ്റ്റ് പോലെ ഏറ്റവും നശിപ്പിക്കപ്പെട്ട രൂപത്തിലാക്കുകയും ചെയ്തു. ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ധിക്കാരികളെ പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. ഫിർഔൻ ഏറ്റവും വലിയ ധിക്കാരം കാണിച്ചു.
ഖാറൂൻ ധിക്കാരം കാണിച്ചു, അല്ലാഹു തആല അവനെ ഭൂമിയിലേക്ക് താഴ്ത്തിയില്ലേ. നമ്രൂദ് ധിക്കാരത്തിന്റെ പ്രതീകമായിരുന്നു. അബൂജഹൽ ഫിർഔനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ ഫിർഔനാണ് അബൂജഹൽ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ധിക്കാരികൾക്ക് മുഴുവൻ പാഠം പഠിപ്പിച്ചു അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. അത് തന്നെയാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ കാര്യത്തിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവിടെ വരച്ച് കാണിച്ചു തന്നിട്ടുള്ളത്. നാം മനസ്സിലാക്കുക, അല്ലാഹുവിന്റെ വഴിയിൽ, ഈമാനുള്ളവരുടെ വഴിയിൽ ശക്തമായി അഭിമാനത്തോടുകൂടെ നിൽക്കാൻ നമുക്ക് ഈ ചരിത്ര സത്യങ്ങൾ പാഠമാവണം. പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുന്നത്, പരിശുദ്ധമായ പുണ്യമാക്കപ്പെട്ട മസ്ജിദുകളുടെ കാര്യത്തിൽ നമ്മൾ ഇപ്രകാരമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കും അല്ലാഹുവിന്റെ ശിക്ഷയുണ്ടാകും. ഇബാദത്തിന് വേണ്ടി നിർമ്മിക്കപ്പെടുന്ന ഗേഹങ്ങളെ നിസ്സാരവൽക്കരിക്കുകയും അപകടപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്താൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ നമുക്കും ഇന്നും സംഭവിച്ചേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരീക്ഷണമായി പ്രകൃതി ദുരന്തങ്ങൾ സമ്മാനിക്കുമ്പോ ആലോചിക്കേണ്ടതാണ്, നമ്മുടെ തന്നെ വിക്രിയകളെ കൊണ്ടാണ് ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്. അല്ലാഹു തആല കാക്കുമാറാവട്ടെ. ആ ഗുണപാഠം കൂടെ ഈ പരിശുദ്ധമായ സൂറത്തിന്റെ അധ്യായത്തിന്റെ അധ്യാപനത്തിലൂടെ പഠിക്കണമെന്ന് മഹാന്മാരെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായ നമ്മുടെ ഈ മജ്ലിസിനെ ഖബൂൽ ചെയ്യട്ടെ. വിശുദ്ധമായ റമദാനിൽ അല്ലാഹ് ഞങ്ങൾ നോമ്പ് നോറ്റത് നീ കബൂലാക്കണേ അല്ലാ. ഒരുപാട് പോരായ്മകളുണ്ട്, നീ അതെല്ലാം പരിഹരിച്ച് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ. മൻ സാമ റമദാന ഈമാനം വഹ്തിസാബ, ആരാണ് റമദാൻ മാസത്തിൽ വിശ്വാസത്തോടെയും വഹ്തിസാബൻ കൂലി ആഗ്രഹിച്ചുകൊണ്ടും നോമ്പ് നോൽക്കുന്നത്, അവരുടെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പ് നോറ്റാ പോരാ, കൂലി ആഗ്രഹിക്കണം. സ്വലാത്ത് ചൊല്ലുന്നു, ആ സ്വലാത്തിന് ഇന്ന കൂലികളുണ്ട് എന്ന് നമ്മൾ കേട്ടാൽ പോരാ, ആ കൂലി എനിക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കണം. അത്തായം കഴിക്കുമ്പോ അത് നോമ്പ് നോൽക്കാൻ അത്തായം കഴിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയാൽ പോരാ, അത് സുന്നത്തായ കാര്യമാണ്. ഹബീബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ ഉമ്മത്തിന് ബർക്കത്ത് കിട്ടുന്ന കാര്യമാണ് അത്താഴമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്താഴം കഴിക്കുമ്പോ മനസ്സിലേക്ക് വരണം, ഇത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്, അതിനുള്ള കൂലി എനിക്ക് ലഭിക്കണം. അപ്പോഴാ കൂലി കിട്ടുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ ഖുർആനുമായി നല്ല ബന്ധം പുലർത്തുകയും ഖുർആൻ ഹിഫ്ളാക്കുകയും നല്ല രൂപത്തിൽ ഓതുകയും ചെയ്യുന്നവർ മഅസ്സഫറത്തിൽ കിറാമിൽ ബററ, അത്യുന്നതരായ മലക്കുകളോടൊപ്പമാണ് അവരുടെ സ്ഥാനമെന്ന് ഹബീബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ഖുർആൻ ഓതിയാൽ നാളെ അവന് മാത്രമല്ല അവന്റെ മാതാപിതാക്കൾക്കും പ്രത്യേകമായ അലങ്കാരവും ആദരവും നൽകപ്പെടുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രത്യേകമായ വസ്ത്രമണിയിക്കപ്പെടും മാതാപിതാക്കൾക്ക്. ആ മാതാപിതാക്കൾ ചോദിക്കുമെന്നാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് ഈ പുതിയ വസ്ത്രമണിയിച്ചത്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ അലങ്കാരം തന്നത് എന്ന് ആ സമയത്ത് ആ മാതാപിതാക്കളോട് പറയുമെന്നാണ്. നിങ്ങളുടെ മക്കളുണ്ടല്ലോ, അവർ ഖുർആൻ ജീവിച്ച ജീവിതത്തിൽ പകർത്തുകയും ഓതുകയും ചെയ്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ വലിയ വസ്ത്രങ്ങൾ അണിയിക്കപ്പെട്ടതെന്ന് പറയപ്പെടുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഖുർആൻ ഓതിയാൽ നമുക്കും അതിന്റെ ഗുണമാണ്, നമ്മുടെ മക്കൾക്കും അതിന്റെ ഗുണമാണ്. നമ്മുടെ മക്കൾ ഓതിയാലോ നാളെ ആഖിറത്തിൽ മക്കൾ കാരണത്താലും നമുക്ക് ഗുണം കിട്ടുമെന്ന് ഹബീബേ ഖുദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഓതാൻ പ്രയാസപ്പെടുന്നവർ ഓതാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അല്ലദീ യതതഅതഉ ഫിൽ ഖുർആൻ, ഖുർആൻ ഓതുമ്പോൾ വിക്കുള്ളവനാണ്, ഓതാൻ പ്രയാസപ്പെടുന്നുണ്ട്, പഠിക്കാൻ പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല, എന്നാലും അറിയാവുന്ന രൂപത്തിൽ ഖുർആൻ എടുത്തുകൊണ്ട് അവൻ ഓതിക്കഴിഞ്ഞാൽ ലഹു അജ്റാൻ, അവന് 2 കൂലിയുണ്ടെന്ന് ഹബീബ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നവൻ ഓതാൻ ശ്രമിച്ചതിന്റെ കൂലിയാണ്. ഓതാൻ വേണ്ടി വളരെയേറെ കഷ്ടപ്പാടോടുകൂടെ ക്ഷമിച്ചുകൊണ്ടവൻ ഓതാനിരുന്ന ആ ശ്രമത്തിനുള്ള കൂലിയും മറ്റൊന്നവൻ ഓതുന്നതിന്റെ പ്രതിഫലവും, ഇങ്ങനെ അവർക്ക് രണ്ട് പ്രതിഫലമുണ്ടെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ നമ്മൾ കൂലികളെ കുറിച്ച് പറയുമ്പോ റമദാനായാൽ 70-100 ഇരട്ടി കൂലി ലഭിക്കുമെന്ന് ഹബീബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനിലെ നന്മകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധമായ റമദാനിൽ സദഖ ചെയ്യുന്നതും കുടുംബത്തെ പോറ്റുന്നതും കുടുംബ ബന്ധം ചേർക്കുന്നതും ഏറ്റവും പവിത്രമായ വിശ്വാസിയുടെ ഘടകമാണ്, ബാധ്യതയാണെന്ന് പറയുമ്പോ അതിന്റെയൊക്കെ മഹത്വത്തെ മനസ്സിലാക്കുകയും കൂലി ആഗ്രഹിക്കുകയും ചെയ്യുമ്പോഴാ നമുക്ക് അല്ലാഹുവിന്റെ അടുത്ത് സ്വീകാര്യത ലഭിക്കുന്നത്. മൻ സാമ റമളാൻ ഈമാനം വഹ്തിസാബാ, ആര് റമദാനിൽ നോമ്പ് നോൽക്കുന്നുവോ വിശ്വാസത്തോടെയും കൂലി ആഗ്രഹിച്ചുകൊണ്ടും, എങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നതാണ്. മൻ ഖാമ റമളാന ഈമാനം വഹ്തിസാബാ, അവിടെയും പറയുന്നു പുണ്യനബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാണ് രാത്രിയിൽ നിസ്കരിക്കുന്നത്, റമദാനിന്റെ രാത്രിയെ സജീവമാക്കുന്നത്, ആ ഇബാദത്ത് കൊണ്ട് സജീവമാക്കുമ്പോ വിശ്വാസവും കൂലി ആഗ്രഹിക്കലും ഇത് രണ്ടും അവനുണ്ടോ എങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നതാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഇബാദത്തുകൾ നീ സ്വീകരിക്കണേ തമ്പുരാനെ. പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവർ ഞങ്ങളെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. റബ്ബേ, ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ കുടുംബത്തിലെ ഞങ്ങളുടെ ബന്ധുജനങ്ങളിലെ പലരും കഴിഞ്ഞ റമദാനിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അവർ ഇന്നില്ല റബ്ബേ, അവർ ഖബറിലാണ്. അല്ലാഹ് നീ പൊറുത്തു കൊടുക്കണേ. അല്ലാഹ് മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ നീ പൊറുക്കണേ തമ്പുരാനെ. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ ഒറ്റക്ക് ഖബറിൽ കിടക്കുകയാണ്. ഞങ്ങൾ ഓതുന്നതിന്റെ, ഞങ്ങൾ ദുആ ചെയ്യുന്നതിന്റെ പ്രതിഫലം അവരുടെ ഖബറുകളിലേക്ക് വെളിച്ചമാക്കി എത്തിക്കണേ അല്ലാഹ്. പടച്ചവനെ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ തമ്പുരാനെ. റബ്ബേ, ഈ സംരംഭത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരും സഹായിക്കുന്നവരും എല്ലാവർക്കും നീ തുണയാകണേ അല്ലാഹ്, നീ തുണയാകണേ തമ്പുരാനെ. റബ്ബേ, ഈ മജ്ലിസിനെ സ്വീകരിക്കണേ അല്ലാഹ്. ഈ പവിത്രമായ മജ്ലിസിൽ കടന്നു വന്ന സഹോദരിമാര്, സഹോദരങ്ങൾ, ഓരോരുത്തരുടെയും മനസ്സിലുള്ള ആദികൾ, വിഷമങ്ങൾ എല്ലാം അറിയുന്നവനാണ് നീ അല്ലാഹ്. പരിശുദ്ധ റമദാനിന്റെ ബർക്കത്ത് കൊണ്ട് തേടുന്നു അല്ലാഹ്, അവരുടെയും ഞങ്ങളുടെയും മനസ്സിലുള്ള എല്ലാ ആദികളും വിഷമങ്ങളും തീർക്കണേ തമ്പുരാനെ. ക്ഷമ കാണിക്കുന്നവരിൽ, സഹന മനസ്കരിൽ, സൽസ്വഭാവികളിൽ, യഥാർത്ഥ ഈമാനുള്ളവരിൽ, തഖ്വയുള്ളവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങളുടെ ഹലാലായ സമ്പാദ്യങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്, കടങ്ങളിൽ നിന്ന് രക്ഷ നൽകണേ അല്ലാഹ്. ഈമാനുള്ളവരുടെ മാർഗം നിന്റെ മാർഗത്തിൽ തഖ്വയിലായി ഇബാദത്തിലായി ദീർഘായുസ്സോടുകൂടെ ജീവിച്ച് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി പൂർണ്ണമായ ഈമാനോടുകൂടെ മരിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഒരുപാട് ആളുകൾ പ്രത്യേകമായി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അകാരണമായി ജയിലിൽ കിടക്കുന്ന ഒരു സഹോദരന്റെ കുടുംബം വളരെ വിഷമത്തോടുകൂടെ പറഞ്ഞു ദുആ ചെയ്യാൻ. റബ്ബേ, നീ തുണയാകണേ അല്ലാഹ്, ആ സഹോദരനെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്, ആ കുടുംബത്തിന് നീ തുണയാകണേ തമ്പുരാനെ. വിഷമങ്ങൾ അകറ്റി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ നാട്ടിലും ഞങ്ങളുടെ എല്ലാ പ്രദേശത്തും നീ സമാധാനം നൽകണേ അല്ലാഹ്, ശാന്തി നൽകണേ അല്ലാഹ്. അസമാധാനത്തിന്റെ വഴികൾ കാണിച്ച് ഏറ്റവും വലിയ കെടുതികൾ കൊണ്ടുവന്ന് ഏറ്റവും വലിയ ഫാസിസ സ്വഭാവം കാണിച്ച് ഭരണകൂടം ഞങ്ങൾക്ക് മേൽ വാളോങ്ങി നിൽക്കുമ്പോൾ അല്ലാഹ്, നിന്നോടല്ലാതെ പറയാനില്ല. അബ്രഹത്തിന്റെ ആനപ്പടയെ തകർത്ത അല്ലാഹ്, ശത്രുക്കളുടെ സകല കുതന്ത്രങ്ങളെയും പരാജയപ്പെടുത്തണേ അല്ലാഹ്, പരാജയപ്പെടുത്തണേ അല്ലാഹ്, പരാജയപ്പെടുത്തണേ അല്ലാഹ്. എല്ലാ സമുദായങ്ങളും സമൂഹവും സമാധാനത്തോടുകൂടെ ജീവിക്കേണ്ട ഈ ഇന്ത്യ രാജ്യത്തിന്റെ നന്മയെ നീ നിലനിർത്തണേ അല്ലാഹ്, സൗഹാർദ്ദം നിലനിർത്തണേ അല്ലാഹ്. ഇസ്സത്തോടെ ഇസ്ലാമിന്റെ മുസ്ലിമിന്റെ അടയാളങ്ങളെ സംരക്ഷിച്ച് നിലകൊള്ളാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുമ്മ ജഅൽ ഹാദ الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. പ്രിയമുള്ളവരെ, ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ സ്വലാത്ത് മജ്ലിസാണ്. എല്ലാവരും
നേരത്തെ എത്തിച്ചേരുക. ഇന്ന് മൈക്ക് സംവിധാനത്തിൻ്റെ ചെറിയ പ്രയാസം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് വൈകേണ്ടതില്ല. അതുപോലെ തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ പ്രമുഖരായ പണ്ഡിതന്മാർ, മഹത്തുക്കൾ അവരൊക്കെ പങ്കെടുത്തുകൊണ്ടുള്ള മഹത്തായ ദീനി വഅദ് മജ്ലിസ് ഇവിടെ നടക്കുമ്പോൾ അതിലൊക്കെ എല്ലാവരും സംബന്ധിക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സദുദ്യമങ്ങളും വിജയിപ്പിച്ചു തരുമാറാവട്ടെ. നാഫിയ ഇൽമ് അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. അവൻ്റെ പൊരുത്തത്തിലായുള്ള ജീവിതം അല്ലാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി